പ്രിയമുള്ള ആൾക്കാരെ, ശ്രീ അമൃതേശ്വരി നമ, ശ്രീ അമൃതാനന്ദമയി നമ. ഞങ്ങൾ പണ്ട് 1983 തൊട്ട് അമൃതാനന്ദമയി വിശ്വാസികളുമൊക്കെ കൂടിയാണ്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ അമൃതപുരി എന്ന സ്വാമിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന പോലെ ആവശ്യമില്ലാത്ത ചില ആൾക്കാർ എൻ്റെ പുറകെ നടന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും അവരുടെ ബിസിനസ് അവരുമായിട്ട് പോട്ടെ, അതിന് ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതിന് കാരണം എൻ്റെ 2 സഹോദരന്മാരാണ്. അവരുടെ കാര്യം അവർ ഞങ്ങളുടെ സമൂഹത്തിലില്ല, ഞങ്ങളുടെ ജാതി സംഘടനയില്ലാത്ത ആൾക്കാരാണ്. അവരുടെ കാര്യവും നോക്കി അവരേത് സമുദായമാണോ ആ സമുദായത്തിലെ കാര്യങ്ങളുമായിട്ട് പോകുകയാണ് നല്ലത്. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങളുടേതായ കാര്യങ്ങളും ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ആവശ്യമില്ലാത്ത ജാതി, മത, വർഗ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഞങ്ങളാരും ജാതിയോ മതമോ വർഗമോ പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടികളെയോ ഒന്നും വിമർശിച്ചിട്ടില്ല. ഞാനൊരു മോഡി ഗവൺമെൻറ് വന്നപ്പോൾ ഞാൻ രാജ്യത്തിന് വേണ്ടി ജീവിതം സേവനം ചെയ്തോളാമെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ അമൃതാനന്ദമയിലും ഞാൻ സേവനം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അമൃതപുരി സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹം നിർദ്ദേശിച്ചേക്കുന്നത് അമൃതാനന്ദമയി വന്ന് അവിടെ ചെന്ന് പറഞ്ഞ് വള്ളിക്കാവിൽ ചെന്ന് പറഞ്ഞ് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് ചില ആൾക്കാർ എന്നെ ആവശ്യമില്ലാതെ സമീപിച്ചിരുന്നു. അവർ സമീപിക്കുകയല്ല, അവർ പറഞ്ഞു, നേരിട്ടല്ല, അല്ലാതെ പറഞ്ഞു. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ കാര്യം. ഞാൻ ഈ അമൃതാനന്ദമയി ഭക്തരാരും കൈക്കൂലിയോ അഴിമതിയോ ഒന്നും നടത്താറില്ല. കാരണം നന്മയുടെ പൈസ മാത്രമേ ഞങ്ങൾ കൈപ്പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിടുതൽ ചെയ്യണം. നിങ്ങളാരായാലും നിങ്ങൾ വിടുതൽ ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യവുമില്ല. പിന്നെ അമൃതാനന്ദമയിയുടെ കൂടെ ഞാൻ സേവനം അനുഷ്ഠിക്കുമെന്ന് പറയുന്നത് ആ കാര്യം സത്യവും മായ കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തെ അതിനെതിരെ ഇങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിയും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കുകയും സമൂഹം അത് ആക്ഷേപിക്കുകയും ഞങ്ങളെ ആവശ്യമില്ലാത്ത കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചേർത്ത് ഞങ്ങളെ നശിപ്പിക്കാനുള്ള പ്രവണതകൾ ഒക്കെ ഉപേക്ഷിച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കുക. ഞാനിത് അമൃതാനന്ദമയി ദേവിക്ക് കത്തായിട്ട് അയച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. വേണ്ട നടപടികൾ അമ്മ കൈക്കൊണ്ടോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമൃതാനന്ദമയി തന്നെ ദേവി തന്നെ അമ്മ തന്നെ അത് വേണ്ട നടപടിയെ സ്വീകരിക്കും. ഞാൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അന്നേരം അതിൽ നിന്നെല്ലാം എനിക്ക് വേണ്ടത് പറഞ്ഞു തന്നാൽ മതി. ആ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്ത് പൂർത്തീകരിച്ചോളാം. നിങ്ങളതിന് വിഷമിക്കേണ്ട. നിങ്ങളുടെ കൂടെ ഞാൻ ജോലിക്കോ ഒന്നുമല്ല, അത് സേവനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അല്ലാതെ എനിക്ക് വേറെ ജോലിക്കോ അങ്ങനെയൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് പെൻഷനും സർക്കാർ പെൻഷൻ തരുന്നുണ്ട്, തുച്ഛമായ പെൻഷനുണ്ട്. അതും പിന്നെ അമൃതാനന്ദമയി ദേവിയുടെ അവിടെ സേവനം ചെയ്താലുണ്ടാകുന്ന എന്തെങ്കിലും കിട്ടുന്ന അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ വർഗീകരിക്കാനും ജാതീകരിക്കാനും പാർട്ടിവൽക്കരിക്കാനും ഒക്കെ ചെയ്താൽ, അതുപോലെ ഞങ്ങളുടെ ജാതി കാര്യങ്ങളൊക്കെ തിരുത്തി എഴുതുകയും ഞങ്ങളെ അല്ലാത്ത ജാതിയൊക്കെ ആക്കി വെക്കുന്നതൊന്നും അത് നിരുത്സാഹപ്പെട്ടു പോകേണ്ടതാണ്.
കാരണം അങ്ങനെയുള്ള ചെയ്താൽ ഞങ്ങളിത് അമൃതാനന്ദമയി മഠത്തോടും ഞങ്ങളുടെ ജാതി സംഘടനയോടും പറയുന്നത്. ഇപ്പം ഇന്നലെ ഞങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഞാനിത് ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു, പ്രദീപ് പേടിക്കേണ്ട, എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് തരാമെന്നും എൻ്റെ കാര്യത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ കാര്യത്തിൽ നല്ലതായ ഒരു നടപടി സ്വീകരിക്കുന്നു. എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ധീവരസഭ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.